ഏഷ്യാകപ്പിൽ എല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കുന്ന മത്സരമാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ഏഷ്യാകപ്പിലെ മറ്റേത് മത്സരങ്ങൾ കാണാതിരിക്കുന്ന വ്യക്തികളും ഇന്ന് ഇന്ത്യയുടെ മത്സരം കാണാനായി കാത്തിരിക്കുമെന്ന് ഉറപ്പാണ്. ബഹിഷ്കരണ ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ടെങ്കിലും ഈ മത്സരത്തിൽ ഇന്ത്യയുടെ വിജയം ആഗ്രഹിക്കുന്ന ആരാധകർക്ക് ഒന്ന് സ്കോറെങ്കിലും നോക്കാതിരിക്കാൻ കഴിയില്ല. ഈ മത്സരം എവിടെ തത്സമയം കാണാമെന്ന സംശയം പലർക്കും ഉണ്ടാകും. സോണി സ്പോർട്സ് നെറ്റ്വർക്കിന് കീഴിലുള്ള ചാനലുകളിലാണ് ഏഷ്യാകപ്പ് ടെലിവിഷൻ സംപ്രേഷണം നടക്കുന്നത്. അതോടൊപ്പം സോണി ലൈവ് ആപ്പിലും വെബ്സൈറ്റിലും മത്സരം തത്സമയം കാണാനാകും. എന്നാൽ ആപ്പിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടതായി വരും. മൊത്തത്തിലുള്ള സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ തയ്യാറല്ലാത്ത വ്യക്തികൾക്ക് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം മാത്രം കാണാനായി എന്തെങ്കിലും അവസരമുണ്ടോ? അങ്ങനെ ഒരു അവസരം ഒരുക്കുന്നത് ഫാൻകോഡ് ആപ്പാണ്. ഏഷ്യാകപ്പ് ടൂർ മാത്രമായും ഒരു മത്സരത്തിനുള്ള പാസ് മാത്രമായും ഫാൻകോഡ് ആപ്പിലൂടെ നേടാനാകും. ഇന്ത്യ പാക് മത്സരത്തിന് മാത്രമുള്ള പാസ് ലഭിക്കാൻ 49 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. ഫാൻകോഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് മത്സരം ആസ്വദിക്കാവുന്നതാണ്. പ്രധാനപ്പെട്ട മത്സരമായതിനാലാണ് ചാർജ് 49 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ഇന്ത്യ UAE മത്സരത്തിനുള്ള പാസിന് 25 രൂപയായിരുന്നു ചാർജ്. എന്തായാലും ഒരു മത്സരം മാത്രം കാണുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സൗകര്യം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതുതന്നെയാണ് മത്സരം കാണുന്നതിനുള്ള എളുപ്പവഴി. ഏഷ്യാകപ്പിലെ മുഴുവൻ മത്സരങ്ങളും കാണുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷനും ഫാൻകോഡ് ആപ്പിലുണ്ട്. ഇതിനായി 189 രൂപയാണ് മുടക്കേണ്ടത്. ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളുടെയും ഏഷ്യാകപ്പ് മത്സരങ്ങൾ ഈ സബ്സ്ക്രിപ്ഷനിലൂടെ ആസ്വദിക്കാനാകും. ഞായറാഴ്ച രാത്രി 8 മണിക്കാണ് ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ വെച്ച് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ക്രിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റിലും പാകിസ്ഥാനേക്കാൾ മികച്ച ടീമാണ് ഇന്ത്യയുടേത്. T20യിലെ ഇന്ത്യയുടെ സമീപകാല പ്രകടനങ്ങളും മികച്ചതാണ്. അവസാനമായി ഇംഗ്ലണ്ടിനെതിരെയാണ് ഇന്ത്യ T20 പരമ്പര കളിച്ചത്. 5 മത്സരങ്ങളടങ്ങിയ ഈ പരമ്പരയിലെ 4 മത്സരങ്ങളിലും ഇന്ത്യ ഇംഗ്ലണ്ടിനെ തകർത്തിരുന്നു. ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരുപോലെ കരുത്ത് തെളിയിക്കാൻ മികച്ച താരങ്ങളുണ്ട് എന്നതാണ് ഇന്ത്യയുടെ പ്രത്യേകത. പാകിസ്ഥാൻ ആകട്ടെ വലിയൊരു പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ത്യയെ പോലെ തന്നെ തലമുറ മാറ്റം നടന്നെങ്കിലും യുവതാരങ്ങൾ ഇന്ത്യൻ താരങ്ങളെക്കാൾ പ്രകടനത്തിൻ്റെ കാര്യത്തിൽ പിന്നിലാണ് എന്നതാണ് അവർക്ക് തിരിച്ചടി. ഒമാനെതിരെ നടന്ന ആദ്യ മത്സരത്തിൽ അവരുടെ മധ്യനിര ബാറ്റർമാർ വെള്ളം കുടിക്കുന്നതിനും ക്രിക്കറ്റ് ലോകം സാക്ഷിയായി. ഇന്ത്യയെ സംബന്ധിച്ച് UAEക്കെതിരെ നടന്ന ആദ്യ മത്സരം ഒരു വെല്ലുവിളിയും ഉയർത്തിയില്ല എന്നതാണ് വാസ്തവം. പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലും സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിലും ഇന്ത്യക്ക് വ്യക്തമായ മേധാവിത്വം അവകാശപ്പെടാനാകും. ഏഷ്യാകപ്പ് ചരിത്രവും ഇന്ത്യക്ക് അനുകൂലമാണ്. ഏഷ്യാകപ്പിൽ ഇരു ടീമുകളും തമ്മിൽ ഇതുവരെ ഏറ്റുമുട്ടിയ മത്സരങ്ങളുടെ ഫലം പരിശോധിച്ചാൽ ഇന്ത്യയാണ് കൂടുതൽ മത്സരങ്ങളിൽ വിജയിച്ചത് എന്ന് കാണാനാകും. മാത്രമല്ല ഏഷ്യാകപ്പിൽ ഏറ്റവും അധികം കിരീടം നേടിയ ടീമും ഇന്ത്യയാണ്. ദുബായിലെ സാഹചര്യങ്ങൾ സ്പിന്നർമാർക്ക് അനുകൂലമായി മാറും. ടോസ് നേടിയ ടീം ബോളിംഗ് തിരഞ്ഞെടുക്കാനാണ് സാധ്യതയെന്നും വിലയിരുത്തപ്പെടുന്നു. ഒമാനെതിരെ കളിച്ച അതേ ടീമിനെ തന്നെ പാകിസ്ഥാൻ നിലനിർത്താനാണ് സാധ്യത. എന്നാൽ UAEക്കെതിരെ കളിച്ച ടീമിൽ ഇന്ത്യ ഒരു മാറ്റമെങ്കിലും വരുത്തുമെന്നാണ് ക്രിക്കറ്റ് ലോകം പ്രതീക്ഷിക്കുന്നത്. UAEക്കെതിരെ ഒരു സ്പെഷ്യലിസ്റ്റ് പേസറെ മാത്രം കളിപ്പിച്ച തീരുമാനത്തിൽ ഇന്ത്യ മാറ്റം വരുത്തിയേക്കുമെന്നാണ് സൂചന. എന്തായാലും ഈ മത്സരം ആവേശകരമായി മാറുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. വിജയം തന്നെയാണ് ഇരു ടീമുകളുടെയും ലക്ഷ്യം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.